കുടുംബങ്ങൾക്കകത്തെല്ലാം സമാധാനം വരട്ടെ, കുടുംബങ്ങൾക്കകത്തെല്ലാം സ്വസ്ഥത വരട്ടെ, കുടുംബങ്ങൾക്കകത്തെല്ലാം ആനന്ദം വരട്ടെ, കുടുംബങ്ങൾക്കകത്തുള്ള കണ്ണുനീരുകൾ നീങ്ങിപ്പോകട്ടെ, അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ, സ്വസ്ഥത വരട്ടെ, സമാധാനം വരട്ടെ, സന്തോഷം വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും സദൃശ്യവാക്യങ്ങൾ വായിക്കണം. വീട്ടിൽ ചെന്ന് ഓരോ അധ്യായം വെച്ച് ഓരോ ദിവസം വായിക്കണം. ഏത് പുസ്തകം മക്കളെ? സദൃശ്യവാക്യങ്ങൾ. ഓരോ അധ്യായം വെച്ച് ഓരോ ദിവസവും വായിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പാപം ചെയ്യാനുള്ള വഴിയിൽ നിന്ന് വിട്ടു തിരിഞ്ഞു വരണം. നമ്മൾ ആരായിട്ട് വളരണം മക്കളെ? യേശുവിൻ്റെ മക്കളായി വളരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്വത്രം ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ നമ്മുടെ മേലെ അനുവദിക്കുക. എത്ര പേർ കരം ഉയർത്തി ഹല്ലേലൂയ പറയൂ? ആമേൻ, ഹല്ലേലൂയ. ആത്മാവിനെ അനുവദിക്കണം. ആത്മാവിനെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വരാൻ അനുവദിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ചേ. ആത്മാവേ, എൻ്റെ കുടുംബത്തിന് നിയന്ത്രണം. ആത്മാവ് നിയന്ത്രിക്കുക. ഞാൻ എൻ്റെ ഭവനത്തെ ഇതാ വിട്ടു പറഞ്ഞേ പരിശുദ്ധ ആത്മാവേ, പറഞ്ഞേ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പറഞ്ഞേ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പറഞ്ഞേ പരിശുദ്ധാത്മാവേ, എന്നെ ഇതാ ഞാൻ വിട്ടുതരുന്നു. പരിശുദ്ധ പറഞ്ഞേ. ആരൊക്കെ പറയും പരിശുദ്ധ? പറഞ്ഞേ പരിശുദ്ധ. കുഞ്ഞുങ്ങൾ പറഞ്ഞേ പരിശുദ്ധാത്മാവേ. മക്കൾ പറഞ്ഞേ പരിശുദ്ധാത്മാവേ, ഞാനിത് എന്നെ വിട്ടുതരുന്നു. പറഞ്ഞേ പരിശുദ്ധാത്മാവേ, എന്നെ മുഴുവനും നിയന്ത്രിക്കുക, എൻ്റെ ഭവനത്തെ നിയന്ത്രിക്കുക. ഇതാ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവേ, എന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും? പറഞ്ഞേ. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. മതി. ആഴത്തിന്മീതെ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. ഇരുളുണ്ടായിരുന്നു. ആമേൻ, സ്വത്രം. എല്ലാവരും ശ്രദ്ധിക്കണമേ. ആദമിൽ എല്ലാവരും പാപികളായി തീർന്നപ്പോൾ ഇതാ പാപമില്ലാത്ത ഒരുവൻ ആദമിന്റെ പാപത്തെയും ശാപത്തെയും പൊളിക്കാൻ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് എൻ്റെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് അതേ കർത്താവ് ഈ ആലയത്തിനകത്തും ഇറങ്ങി വന്നിട്ടുണ്ട്. ആദമ്യ ശാപങ്ങളെ, ആദമ്യ പാപങ്ങളെ, ആദമ്യ ശക്തികളെ പൊളിച്ചടുക്കുവാൻ അധികാരമുള്ള ഒരുവൻ. ആമേൻ, ആമേൻ, ആമേൻ. ആരൊക്കെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും? ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. ആത്മാവ് നിയന്ത്രിക്കട്ടെ ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ വചനം ആത്മാവ് നിയന്ത്രിക്കട്ടെ. ഇരിക്കുന്ന ജനത്തെ ആത്മാവ് നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ ദൈവം അവനെ ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് പുറത്താക്കി. അവൻ ദൈവത്തിന് ഹിതമല്ലാത്തത് തൻ്റെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കാൻ തുടങ്ങി, തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങി. ഇന്ന് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി ചലിക്കുന്നുണ്ട്, ഇറങ്ങി ചലിക്കുന്നുണ്ട്. സ്തോത്രം. ആദമും ഹവ്വയും എങ്ങനെ ജീവിച്ചേ? ആത്മാവിന്റെ ശബ്ദം മാത്രം കേട്ടാണ് ജീവിച്ചത്. ആദ്യം എങ്ങനെയാണ് ജീവിച്ചത്? ശ്രദ്ധിച്ചു കേട്ടെ. ആത്മാവിന്റെ ശബ്ദം മാത്രം കേട്ട് കർത്താവിന്റെ കൂടെ നടന്ന കാലഘട്ടം ആർക്ക്? ആദമും ഹവ്വയ്ക്കും. കർത്താവ് പറയുന്ന കേട്ട് അതിന്റെ അപ്പുറം ഇടത്തോട്ടില്ല, അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം ഇടത്തോട്ടില്ല, അതിന്റെ അപ്പുറം വലത്തോട്ടില്ല. പാപമില്ലാത്തൊരു ജീവിതം. ദൈവത്തിന്റെ ചിന്തയല്ലാതെ ആദമിനും ഹവ്വയ്ക്കും മറ്റൊരു ചിന്തയില്ലായിരുന്നു. അങ്ങനൊരു കാലഘട്ടം ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അവരങ്ങനെ ജീവിച്ചു. ഒരു ദിവസം ഈ ആ ബന്ധത്തിനകത്ത് ഒരുവൻ തകർക്കാനായിട്ട് ഇറങ്ങി വന്നു. ആമേൻ. ഒരുവൻ തകർക്കാനായിട്ട് ഇറങ്ങി വന്നു. ആരാണ് തകർക്കാനായിട്ട് ഇറങ്ങി വന്നത്? പഴയ പാമ്പ്. ആരാ തകർക്കാനായിട്ട് ഇറങ്ങി വന്നത്? ആമേ, പഴയ പാമ്പ്. ആരാണ് ബന്ധം തകർക്കാൻ ഇറങ്ങി വന്നത്? ബന്ധം തകർക്കാൻ വിശ്വാസത്തെ, കൂട്ടായ്മകളെ, ആരാധനകളെ, ദൈവിക സ്വഭാവത്തെ, ദൈവത്തിന്റെ കൃപയെ തകർത്ത് കളയാ ഒരു പിശാചിന്റെ മണ്ഡലം സ്തോത്രം ഈ മക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ആമേൻ, 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 ആമേൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വന്നു. ആദമിനെ അതിൽ നിന്ന്, ഹവ്വയെ അതിൽ നിന്ന്, ആ സാന്നിധ്യത്തിനകത്ത് നിന്ന്, ആ കൃപയ്ക്കകത്ത് നിന്ന്, ആ ശബ്ദം കേൾക്കുന്ന മണ്ഡലത്തിനകത്ത് നിന്ന്, ആ കൃപാവരത്തിനകത്ത് നിന്ന്, കർത്താവിൻ ആത്മാ നദിക്കകത്ത് നിന്ന്, ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിന്ന് ആദമിനെ ഹവ്വയെ പുറത്താക്കാൻ ഒരുവൻ പദ്ധതിയിട്ടു. ഇന്ന് ഇതിനകത്ത് ചില കുടുംബങ്ങളെ നശിപ്പിക്കാൻ പദ്ധതിയിടുന്ന ചില ഇരുട്ടിന്റെ ആമേൻ, 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 ആമേൻ. ഇതിനകത്ത് ചില കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ദൈവത്തിന്റെ ഹിതങ്ങൾക്കകത്ത് നിന്ന് വലിച്ചു പൊട്ടിച്ച് വെളിയിലാക്കുമെന്ന് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളുടെ തലയെ അടിച്ചു പൊട്ടിക്കുന്ന യേശു
ആമേൻ 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 ആമേൻ. ആരാധിക്കാൻ വിടുകയില്ലെന്ന്, പ്രാർത്ഥിക്കാൻ വിടുകയില്ലെന്ന്, ആലയത്തിൽ വരാൻ വിടുകയില്ലെന്ന്, ഒന്നിനും പങ്കെടുക്കാൻ വിടുകയില്ലെന്ന്, ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ വിടുകയില്ലെന്ന്, എല്ലാത്തിനാലും കൂട്ടുകെട്ടപ്പെട്ടവനായി, ലോകഭാവിയായി, ലോക തോൽവിയായി തകർത്ത് കളയെന്ന് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കകത്ത് കത്തുന്നു. തീ 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 ആ സാന്നിധ്യത്തിനകത്ത് നിന്ന് വലിച്ച് ഇറക്കി കളയുമെന്ന്, ആ കൃപയ്ക്കകത്ത് വലിച്ചിറക്കി കളയുമെന്ന്. നീ ആ ദൈവശബ്ദം ഇനി കേൾക്കത്തില്ലെന്ന്. ആ ശബ്ദം കേൾക്കാൻ നിന്റെ ഇഷ്ടത്തിന്, ജഡത്തിന്റെ ഇഷ്ടത്തിന്, പിശാചിന്റെ ഇഷ്ടത്തിന് നീ സഞ്ചരിക്കാൻ തുടങ്ങുമെന്ന് നിനക്കെതിരെ വാദിക്കുന്ന, കുടുംബത്തിനെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ആത്മാവിൽ ജനം ആരാധിക്കട്ടെ. തീ 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 ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ കെട്ടുകളെ പൊട്ടിച്ച് വെളിവാ. ആത്മശക്തിയാൽ നിറഞ്ഞ് വെളിവാ, ആത്മശക്തിയാൽ നിറഞ്ഞ് വെളിവാ. അവന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് വെളിയിൽ വാ. ഓഹോ ആമേൻ ആമേൻ ആമേൻ. അവൻ പദ്ധതി ഇടുകയാണ്, പദ്ധതി ഇടുകയാണ്. നീ ഇപ്പോ കുറെ എങ്കിലും ആ സാന്നിധ്യത്തിനകത്താണ് ജീവിക്കുന്നത്. കുറെയൊക്കെ ജഡത്തിന്റെ പ്രവൃത്തി വരുന്നെങ്കിലും കുറെയൊക്കെ സാന്നിധ്യത്തിനകത്താണ്. എന്നാൽ പിശാച് വെല്ലുവിളിക്കുകയാണ്. നിന്നെ മുഴുവനും തോട്ടത്തിനകത്തുനിന്ന് പുറത്താക്കിയതുപോലെ ഞാൻ പുറത്താക്കിക്കും. ആലയത്തിൽ പോകാതാക്കും, പള്ളിക്കകത്ത് ഇരിക്കാതാക്കും. സ്വത്രം അനുസരണക്കേടിടും, പാപത്തിലേക്ക് വഴിച്ച് തെറ്റിക്കും. നിന്നെ ഒന്നുമില്ലാതാക്കി കളയുമെന്ന് തലമുറകൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, സഹോദരന്മാർക്കെതിരെ, സഹോദരിമാർക്കെതിരെ, യുവാക്കന്മാർക്കെതിരെ, യുവതികൾക്കെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ശാസിക്കുന്നു. അത് വിട്ടുപോട്ടെ, അത് വിട്ടുപോട്ടെ. ഞങ്ങളെ സഭ വിട്ട്, സകല തലമുറകളെ വിട്ട്, കുടുംബത്തിലെ സകല അംഗങ്ങളെ വിട്ട്, യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുപോട്ടെ. ഹല്ലേലൂയ 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 ആമേൻ. സ്തോത്ര സ്തോത്ര ആമേൻ സ്തോത്ര. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ആദം ഹവ്വ ശ്രദ്ധിച്ചേ. ദൈവത്തിന് ഇതിനകത്ത് നിങ്ങൾ അനേകർ ശ്രദ്ധിച്ചേ. എവിടെയായിരുന്നു കുറച്ച് ദിവസം മുമ്പ്? ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിച്ച അനേകരുണ്ടല്ലേ? പള്ളിയിൽ ഒറ്റ ആരാധന മുടങ്ങാത്ത അനേകരില്ലേ? ഉണ്ട്. ഒറ്റ ആരാധന മുടങ്ങാത്ത, എല്ലാത്തിനും കൺവെൻഷനെങ്കിൽ കൺവെൻഷൻ, വ്യാഴാഴ്ച ആരാധനയെങ്കിൽ വ്യാഴാഴ്ച ആരാധന, വെള്ളിയാഴ്ച ആരാധനയെങ്കിൽ വെള്ളിയാഴ്ച ആരാധന, ഞായറെങ്കിൽ ഞായർ, ഉപവാസ പ്രാർത്ഥനയെങ്കിൽ ഉപവാസ പ്രാർത്ഥന, ഒന്നും വിടാതെ. മാത്രമല്ല വീട്ടിനകത്ത് പ്രാർത്ഥന. അയ്യോ, വചനം ധ്യാനിക്കുന്നുണ്ട്, വചനം ഉരുവിടുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. അടുക്കളയ്ക്കകത്ത് പ്രാർത്ഥന, പുറത്ത് പ്രാർത്ഥന. ആ സാന്നിധ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. എന്നാൽ ചിലർക്കത് നഷ്ടപ്പെടില്ലേ? അതെങ്ങനെ നഷ്ടപ്പെട്ടു? മനസ്സിലാക്കിക്കോ. ആ ഇരുട്ട് നിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ വലിച്ച് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും നിനക്കും പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എൻ്റെ വീട്ടിനകത്തുള്ള നാട്ടിനകത്തുള്ള ആൾക്കാരോടല്ല. എന്നെ ആ ദൈവ സാന്നിധ്യത്തിൽ വലിച്ചു തെറ്റിക്കുന്ന ആ ഇരുട്ടിനോടാണ്. പറ ആമേൻ ആമേൻ ആമേൻ. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് നീങ്ങാൻ പറ. ഗ്ലോറി 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 ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നോക്കി ആദമിനെ ഹവ്വയെ എവിടെ പുറത്താക്കി? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അതുവരെ ആരുടെ ചിന്തപ്രകാരം? എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, കൊച്ചുമക്കൾ എന്നെ ശ്രദ്ധിച്ചേ. അതുവരെ ആദം ഹവ്വ ആരുടെ ചിന്തയിലാണ് പോയത് മക്കളെ? ദൈവത്തിൻ്റെ ചിന്തയിൽ. ദൈവം ചിന്തിക്കുന്നത് തന്നെ ആദം ഹവ്വയും ചിന്തിക്കും. ദൈവം പറയുന്നതിൻ്റെ അപ്പുറം അവരില്ല, ദൈവം നടക്കുന്നതിൻ്റെ അപ്പുറം അവരില്ല. ദൈവം ഇരിക്കുമ്പോൾ അവരും ഇരിക്കും. ദൈവം ആരാധിക്കുമ്പോൾ അവരെ അപ്പൻ്റെ കൂടെ ആരാധിക്കും. അപ്പൻ്റെ സാന്നിധ്യത്തിനകത്ത് സന്തോഷകരമായ ജീവിതമായിരുന്നു ആദമിനും ഹവ്വയ്ക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധം. ആ കൂട്ടായ്മ ആർക്കും പിരിക്കാൻ പറ്റത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാത്താൻ അവിടെ അങ്ങോട്ട് വന്നു. ആര് വന്നു? ഇന്ന് ഇതിനകത്ത് അനേകർ തെറ്റിയിരിക്കുന്ന കാരണം എന്താ അറിയുമോ? ഇതിനകത്ത് ആര് വന്നു? ഇതിനകത്ത് ആര് വന്നു? അവൻ എന്തിനാ വരുന്നത്? നരകത്തിനകത്ത് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അവൻ വരുന്നത് എന്തിനാ? പക്ഷേ യേശു വന്ന എന്തിനാ? പൊട്ടിക്കാൻ, രക്ഷിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ആദമിൽ നിന്ന് ജനിച്ച എല്ലാ സന്താന പരമ്പരകളും ഈ ആദമിനെ അവിടെ വച്ച് പൊളിച്ച് പുറത്തിറക്കി. ആദമിൻ്റെ കല്യാണം കഴിഞ്ഞു. ആദമിനും ഹവ്വയ്ക്കും, ക്ഷമിക്കണം, ആദമിൻ്റെ ഹവ്വയുടെയും കല്യാണം കഴിഞ്ഞ് അവരവിടെ ദൈവം തന്നെയാണ് കല്യാണം കഴിപ്പിച്ചത്. എല്ലാം അവിടെ ഏദൻ തോട്ടത്തിനകത്താക്കിയത്. ഏദനിൽ പുറത്താക്കി അവർക്ക് എത്ര മക്കളുണ്ടായി? കയ്യിനും 2 മക്കൾ. നോക്കുമ്പോൾ ഒരുത്തനെ കൊന്നു. എന്താ കൊല്ലം കാരണം? എന്താ കൊല്ലം കാരണം? തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ എന്തോന്നാ പറ? സാന്നിധ്യത്തിനകത്തുനിന്ന് വെളി കൊണ്ടുപോയി. അതിലൂടെ ഉണ്ടായ തലമുറകളാണ് ഞാനും. ഈ ആദമിലൂടെ വന്ന സന്താന പരമ്പരകളാണ് ഞാനും നിങ്ങളും. ഇരുട്ടിൻ്റെ എൻ്റെ ഇഷ്ടപ്രകാരം, മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം വിട്ടു, ദൈവത്തിൻ്റെ ആഗ്രഹം വിട്ടു. ആദമും ഹവ്വയും സ്വയമായി നന്മ തിന്മകളെ
തിരിച്ചറിഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അവർക്കറിയാം നന്മ, അത് അവർക്ക് എന്ത് വേണം, അവർക്ക് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവരങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. അവരിലൂടെ സന്താന പരമ്പരകൾ പെരുകി ഭൂമിയിൽ നിറയാൻ തുടങ്ങി. അവരിലൂടെ ഉണ്ടായ മക്കളെല്ലാം ഭാവം ചെയ്യാൻ തുടങ്ങി. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് പറയുന്നു, ദൈവം നോക്കിക്കൊണ്ടുന്നു ഇഷ്ടമുള്ള ബോധിച്ച സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവത്തിൻ്റെ കോപം അവിടെ ഇറങ്ങി. ജലപ്രളയം വരാൻ തുടങ്ങി. അവിടെ പ്രശ്നം വർദ്ധിച്ചു, പ്രതിസന്ധി വർദ്ധിച്ചു. ജലപ്രളയം വരുമ്പോൾ ഒരു പെട്ടകത്തെ ദൈവം ഒരുക്കിപ്പിച്ചു. ഈ പെട്ടകത്തെ ഒരുക്കിപ്പിച്ച് ദൈവം നോഹ വിളിച്ചു പറഞ്ഞു. നോഹ പറഞ്ഞു, ഇതാ ജലപ്രളയം വരാൻ പോകുന്നു, പെട്ടകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടകത്തിനകത്ത് കയറാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് സുവിശേഷം വിളിച്ചു പറഞ്ഞു. സുവിശേഷം വിളിച്ചു പറഞ്ഞിട്ടും ആരും അത് എന്ത് ചെയ്തില്ല? പരിഗണിച്ചില്ല. പരിഗണിക്കേണ്ടത് പരിഗണിച്ചില്ല, ഗൗനിക്കേണ്ടത് ഗൗനിച്ചില്ല, വില കൊടുക്കേണ്ടത് വില കൊടുത്തില്ല. എന്നാൽ സകല മനുഷ്യനും പാപം ചെയ്ത്, ആദമിന്റെ സന്തതി മുഴുവൻ പാപം ചെയ്ത് ഇരുട്ടിനകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് നിന്ന് രക്ഷിക്കാൻ ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ, ഇന്ന് വിടുതലിനകത്ത് നടക്കണം. ആദമിലൂടെ സകല മനുഷ്യരും ദൈവകൃപ നഷ്ടപ്പെട്ട്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട്, പാപത്തിന്റെ ശക്തിയാൽ പിടിപെട്ട്, അന്ധകാര ഇരുട്ടിനാൽ പിടിപെട്ട്, തോന്നിയാസം പോലെ അപ്പനെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല, സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല. ഇളയത് സ്വന്തം സഹോദരനെ കൊല്ലുന്നു, കയർത്ത് കൊല്ലുന്ന കാലഘട്ടം, കുടുംബത്തിനകത്ത് പരസ്പര സ്നേഹമില്ലാത്ത കാലഘട്ടം, ഇരുട്ട് കൊടികുത്തി വാഴുമ്പോൾ ഇതാ ഈ ഇരുട്ടിനെ തച്ചുടക്കാൻ ഒരു വെളിച്ചം ഇറങ്ങി വന്നു. അതത്ര യേശു ക്രിസ്തു. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? ആ വെളിച്ചം ഇറങ്ങി വന്നപ്പോ ഉണ്ടല്ലോ, അവിടെ നോക്കുമ്പോ എല്ലാവരുടെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ ജയിച്ച വെളിച്ചം, പാപം ചെയ്യാത്ത വെളിച്ചം, ഇനി പാവിയെ പൊട്ടിക്കുന്ന വെളിച്ചം, പാപത്തിന്റെ ശക്തികളെ ഉടക്കുന്ന വെളിച്ചം, പാവിയെ രക്ഷിക്കുന്ന വെളിച്ചം. ആമേൻ, ആമേൻ. ഏത് ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, ഏത് ഇരുട്ടിനെയും കത്തിക്കുന്ന വെളിച്ചം, ഏത് ഇരുട്ടിനെയും തകർക്കുന്ന വെളിച്ചം. ഇന്ന് വിളിച്ച ഈ ആലത്തിനകത്ത് ആരെല്ലാം കുരുട്ട് കണ്ണാക്കി വെച്ചിരിക്കുന്നു, ആ കുരുട്ട് കണ്ണുകളെ പൊട്ടിക്കുന്നൊരു വെളിച്ചം. നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലായി? ഞാൻ തുടങ്ങി വന്നത് മുതൽ എത്രവർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ആദമിലൂടെ സകല ജനങ്ങൾ ഇരുട്ടിൽ കിടക്കുമ്പോൾ ഈ ഇരുട്ടിനകത്ത് കിടക്കുന്ന ജനത്തെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നും പിതാവ് കണ്ടില്ല. പിതാവ് കണ്ടപ്പോൾ ഒറ്റ വെളിച്ചമേ ഉള്ളൂ. ആ വെളിച്ചമാണ് തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു. ഈ വെളിച്ചത്തിന് ഈ ഭൂമിയിൽ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് അത് യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. കൃപയും സത്യവും, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ യേശു ക്രിസ്തു വെളിച്ചമായി ഇറങ്ങി വന്നു. ഏത് ഇരുട്ടിനെ കീഴടക്കുന്ന 30 കോടി ദുർഭൂതങ്ങളെ, ആദമ്യ ശാപങ്ങളെ, ആദമ്യ പാപങ്ങളെ, ഏത് ലോക തോൽവിയെയും, ആമേൻ ആമേൻ, ഏത് പൂജയെയും, ഏത് മന്ത്രവാദത്തെയും, ഏത് ശുദ്രത്തെയും, ഏത് പാപ സ്വഭാവത്തെയും, ഏത് പാപിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന വെളിച്ചം. ആമേൻ 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 ആമേൻ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ഏത് മനുഷ്യനെ, യോഹന്നാൻ 1-ൽ പറയുന്നു, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു എവിടെ ഇറങ്ങി? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. എങ്ങനെ? ഇരുട്ട് നിറഞ്ഞു കിടന്നു അല്ലേ? ഇവിടെ എങ്ങനെ നിറഞ്ഞു കിടന്നു? യേശു വന്നപ്പോൾ എങ്ങനെ കിടന്നു? ഇരുട്ട് നിറഞ്ഞു കിടന്നു. നോക്കി, യേശുപ്പം നോക്കി, ഗദരദേശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഭൂതം പിടിപെട്ടവർ മാത്രമേ ഉള്ളൂ. യേശു നോക്കിയപ്പോൾ, ഗദരദേശത്ത് നോക്കിയപ്പോൾ അവിടെ ആരെ മാത്രമേ ഉള്ളൂ? അവരാര് മാത്രമേ ഉള്ളൂ? 6000 ഭൂതം. അപ്പനെ അറിഞ്ഞുകൂടാ, അമ്മയെ അറിഞ്ഞുകൂടാ, ഭാര്യ അറിഞ്ഞുകൂടാ, മക്കളെ അറിഞ്ഞുകൂടാ, മാതാപിതാക്കളെ അറിഞ്ഞുകൂടാ, കൂട്ടുകാരെ അറിഞ്ഞുകൂടാ, നാട്ടുകാരെ അറിഞ്ഞുകൂടാ, ആരെ വകവെക്കാത്ത, അപ്പനെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, സ്വന്തമായി ഇടിക്കുന്ന. എങ്ങനെ ദേഷ്യം വന്നാ സ്വന്തമായി ഇടിക്കും, ചുവരിലിടിക്കും, പല്ല് കടിക്കും, പല്ല് കടിച്ച് ഉരുമും. കണ്ടിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കും, ഒറ്റയ്ക്ക് പെറുപെറുക്കും. കണ്ടിട്ടുണ്ടോ? ചിലര് സംഭവം വേറെ അകത്തുണ്ട്. എങ്ങനെ പെറുപെറുക്കും? ചെറുതായിട്ട് എന്നൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വത്രം അയാൾ അയാളകത്ത് ദൈവത്തിന് സ്വത്രം. അങ്ങനെ ഭൂതങ്ങളാൽ പിടിപെട്ട ഒരു സ്ഥലം, അതാണ് ഗദരദേശം. യേശുപ്പം നോക്കിയപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാത്തിനും എന്തോന്ന്? ഭൂതം പിടിപെട്ട് കിടക്കുന്നു. ഏതിന് നോക്കിയാലും 6000, 7000, 5000, 4000 ഭൂതം പിടിപെട്ട് കിടക്കുന്നു. മൊത്തം നോക്കുമ്പോൾ ഇരുട്ട് മൂടി കിടക്കുന്നു. ഒരിടത്തും ഒരു വെളിച്ചമില്ല. യേശു നോക്കിയപ്പോൾ വേറെ ആര് ചവിട്ടിയാലും അവിടെ വിടുതലില്ല. പാപമില്ലാത്ത വെളിച്ചമാകുന്ന യേശു എന്ന സത്യ വെളിച്ചം ആ ഗദരദേശത്ത് ചവിട്ടിയപ്പോൾ ആ ഗദരദേശത്തുള്ള പിശാചിന്റെ മണ്ടൻ ഇന്നിതിനകത്ത് ആ പാദം
ആ ഗദർ ദേശത്ത് ഇരുട്ടിനെ കത്തിച്ച പാദം ഈ പള്ളിക്കകത്ത് കടന്നു വന്ന ജനത്തിന്റെ മേൽ, ഇരിക്കുന്ന കൊച്ചു തലമുറകളുടെ മേൽ, യുവാക്കന്മാരുടെ മേൽ, യുവതികളുടെ മേൽ, വയസ്സ് പ്രായം ഭേദമില്ലാതെ ആ പ്രകാശം, ആ ശക്തി ഗദർ ദേശത്ത് ചവിട്ടിയ ആ ദൈവശക്തി, ആ കർത്താവിന്റെ പാദം ഇന്ന് ഇതിനകത്ത് കടന്നു വന്ന മക്കളുടെ ഭവനത്തിനകത്ത്, ആലയത്തിനകത്ത് ആ പാദം വന്നിട്ടുണ്ട്. ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ പൊളിക്കാം, ചില അന്ധകാര ശക്തികളെ ഉടയ്ക്കാം, ചില ദുർവ്യാപാരങ്ങളെ തകർക്കാം, ചില ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ തകർക്കാൻ. കുടുംബത്തിനകത്ത് സമാധാനമില്ല, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, കുടുംബത്തിനകത്ത് രാത്രി ഉറക്കമില്ല. ബഹളം, പ്രശ്നം, ഹല്ലേലൂയ. പകൽ പ്രശ്നം, രാത്രി പ്രശ്നം, സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, കരച്ചിലിന്റെ ഭവനങ്ങൾ, അടി, മദ്യം, ലഹരി വസ്തു, പാപത്തിന്റെ വഴികൾ, ആ ഭവനങ്ങൾക്കകത്ത് ഇന്ന് കാല് ചവിട്ടുകയാണ്. ഗദർ ദേശത്ത് കാല് ചവിട്ടി യേശു പിശാചിനാൽ പിടിപെട്ട് ഭവന തലങ്ങൾക്കകത്ത് അടക്കി ഭരിക്കുന്ന ദുർവ്യാപാരങ്ങളെ കത്തിക്കുന്ന യേശുവിന്റെ പാദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. യേശു കർത്താവ് ഇരുട്ടത്ത് അങ്ങോട്ട് കാല് ചവിട്ടി. അമ്മേ, 6000 ഭൂതങ്ങളുള്ള എല്ലാവരും എന്ത് ചെയ്തു? മുട്ടുമടക്കിയിട്ട് സ്വത്ര അമ്മേ സ്വബോധം വന്നു. അവർ വസ്ത്രം ധരിച്ചു, അവർ പട്ടണങ്ങളെ പിടിച്ചടക്കുന്നവരായി മാറി. കാരണം എന്തെന്നറിയാമോ? അമ്മ ഇരുട്ട് പോയി. ഗദർ ദേശത്ത് വെളിച്ചമാകുന്ന യേശു കാൽ ചവിട്ടിയപ്പോൾ എത്രയൊക്കെ മനസ്സിലായി? ഗദർ ദേശത്ത് യേശു നോക്കി, മൊത്തം എന്തെന്നാ? ഇരുട്ട്. മൊത്തം എന്തെന്നാ? ഇരുട്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ മേൽ ഈ വെളിച്ചമല്ല കിടക്കുന്നത്, ഇരുട്ടാണെന്ന്? കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇരുട്ടാകുന്ന എന്നെ ഒന്ന് തൊടണമേ. വെളിച്ചമാകുന്ന യേശുവേ, ഇരുട്ടാകുന്ന എന്നെ പറഞ്ഞേ. വെളിച്ചമാകുന്ന യേശുവേ, ഇരുട്ട് മൂടിക്കിടക്കുന്ന വീടാകുന്ന എൻ്റെ വീട്ടിനകത്ത് ആ പാത ഒന്ന് പറഞ്ഞേ, ആ പാത ഒന്ന് ചവിട്ടണം പറഞ്ഞേ, ആ പാത ഒന്ന് പറഞ്ഞേ, ആ പാദം പറഞ്ഞേ. ഇരുട്ട് മൂടിക്കിടക്കുന്ന വീട്ടിനകത്ത് സമാധാനമില്ല, വീട്ടിനകത്ത് ഉറക്കമില്ല. ആരൊക്കെ പറയും? കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ച്, കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ച്, കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. യേശു ക്രിസ്തു അവിടെ ചവിട്ടി. ഗദർ ദേശത്ത് എന്ത് വന്നു? സമാധാനം വന്നു. ഇരുട്ട് നീങ്ങി. യേശു ചവിട്ടിയാൽ വീട്ടിനകത്തുള്ള പിശാചിനെ കെട്ടുപൊട്ടും. യേശു ചവിട്ടിയ കുടുംബ തലങ്ങൾക്കകത്ത് മാറ്റം വരും. യേശു വന്നാൽ ബന്ധനങ്ങൾ അഴിയും. അടുത്ത യേശു കർത്താവ് നോക്കിയപ്പോൾ ഇതാ സ്വത്രം കാനാവ് കാണുകയാണ്. കാനാവ് അവിടെ ഉണ്ടാക്കുന്നതൊന്നും ശരിയല്ല. ഒന്നും പോരാ. ആമേൻ. 2-ാം അധ്യായം വരുമ്പോൾ ഒന്നും പോരാ. യോഹന്നാൻ 2-ൽ കാനാവിൽ ഒന്നും പോരാ. എങ്ങനെ ഉണ്ടാക്കിയാലും തൃപ്തിയില്ല. വീട്ടിനകത്ത് ഒന്നും പോരാ. എന്തൊക്കെ ചെയ്താലും ഒന്നും ശരിയാകുന്നില്ല. ഒന്നിലൂടെ ഒരു നന്മയില്ല, ഒരു അനുഗ്രഹമില്ല. പോരാ. എൻ്റെ അപ്പൻ അത് കണ്ടങ്ങോട്ട് ആ കാനാവിൽ നോക്കിയപ്പോൾ ആ ഇരുട്ടിനെ ചവിട്ടാൻ യേശു ക്രിസ്തു കാനാവിനൊക്കെ ഇറങ്ങി. നിന്റെ വീട്ടിനകത്ത് ഒരു നന്മയില്ലാതെ എല്ലാം പോരായ്മ, ഒന്നിലൂടെ വിടുതലില്ല, ഒന്നിലൂടെ നന്മയില്ല, ഒന്നിലൂടെ അനുഗ്രഹമില്ല. എന്നാൽ കാനാവിലെ കല്യാണത്തിന് വീര്യമുള്ളതിനെ നിർമ്മിച്ച ഒരു ദൈവം റപ്പരതര ശകമന ശൂഡമന ശീബലതര സകൽകനാദര ശകതരകരകരന്തരാദര റിബത്തമന ഘടകർക്കതരാദര ശകൽകനാദര ശേരകൽക്കനാദികത്തന വൈഡമനകരകരന്തരാദര റിബത്തമന ഘടകർക്കതരാദര. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ, ആമേൻ, ആമേൻ. പോരായ്മകളെ ദൈവം മാറ്റി. യേശു വന്നാൽ പോരായ്മ മാറും. യേശു വന്നാൽ പോരായ്മ മാറും. ഹല്ലേലൂയ. യേശു ഓരോ സ്ഥലങ്ങളിലേക്ക് നോക്കി, അവിടെയുള്ള സകലരെയും നോക്കി. ഒരു സ്ഥലം നോക്കി, യെരിഹോ. അവിടെ നോക്കിയപ്പോൾ ജനിക്കുന്ന എല്ലാം കുരുട് പിടിച്ചവരാ. എൻ്റെ അപ്പൻ നോക്കിയപ്പോൾ ആ കുരുടിൻ്റെ ബന്ധനം അഴിയണമെങ്കിൽ അപ്പൻ്റെ പാദം ചവിട്ടണം. ആമേൻ, ആമേൻ. കുരുടിൻ്റെ ബന്ധനം അഴിയണമെങ്കിൽ ആര് ചവിട്ടണം? ആരുടെ കാല് ചവിട്ടണം? പറ. കുരുട്ട് കണ്ണ് തുറക്കണമെങ്കിൽ ആരുടെ പാദം ചവിട്ടണം? യേശുവിൻ്റെ പാദം ചവിട്ടണം. കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ, ബദ്ധന്മാരെ കുണ്ടറിന്ന് വിടുവിക്കുക. അവൻ എന്നെ അഭിഷേകം ചെയ്ത് ആമേൻ, 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 ആമേൻ. അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ നോക്കിയ യേശു നോക്കി. എല്ലാം കുരുട്. ആ കുരുടിനെ പൊട്ടിക്കാൻ ഒരു കാലേ ഉള്ളൂ. ആ കാലാണ് യേശുവിന്റെ കാല്. ആ കാല് സഞ്ചരിച്ചത് എങ്ങനെയെന്ന് അറിയാമോ?
പിതാവിൻ്റെ ഇഷ്ടപ്രകാരം. ഓ, യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് ജീവിച്ചു. പോയ വഴിക്കല്ല പിശാച് തോറ്റു തുന്നം പാടി. ശത്രുവിൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു. ആ യേശുവിലൂടെ പിതാവിൻ്റെ ഇഷ്ടം നടന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം യേശുവിലൂടെ പിതാവിൻ്റെ ഇഷ്ടം നടന്നതുപോലെ എന്നിലൂടെ പിതാവിൻ്റെ ഇഷ്ടം നടക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. ആത്മാവിനെ അനുവദിക്കുക. ഒറ്റ വഴി, ആത്മാവിനെ അനുവദിക്കുക. ഓഹോ, എത്രയൊക്കെ മനസ്സിലായി? ആത്മാവിനെ അനുവദിക്കുക. ആരൊക്കെ പറയും ആത്മാവിനെ അനുവദിക്കുക? ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. ഓഹോ, പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ, ആരൊക്കെ ഏറ്റു പറയുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ സ്വത്രം എന്തൊക്കെ സംഭവിക്കും? പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിനകത്ത് അനുവദിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ബാക്കിയെല്ലാം ദൈവം വരുന്ന നാളുകൾ തരട്ടെ. ഒന്ന്, പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. യോഹന്ന സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്ന സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ നോക്കിക്കേ, ഒരു കുഞ്ഞിനെ കൊച്ചു പൊടി വാവയായിരിക്കുമ്പോൾ തന്നെ അമ്മയും പപ്പയും ആ കുഞ്ഞിനെ എന്ത് ചെയ്യും? സൂക്ഷിക്കും അല്ലേ? ആ കുഞ്ഞിന് ഡ്രസ്സ് ഇടുന്ന ആരുവാ? പപ്പയും അമ്മയല്ലേ? ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആരാ? അമ്മയാണല്ലേ? ആ കുഞ്ഞിന് കൊടുക്കേണ്ട ആഹാരം കൊടുക്കുന്ന ആരാ? അമ്മയാണല്ലേ? അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. കുഞ്ഞ് അമ്മയെ ആശ്രയിച്ചിരിക്കും. കുഞ്ഞ് ആരെ ആശ്രയിച്ചിരിക്കും? ശ്രദ്ധിക്കുന്നുണ്ടോ? കുഞ്ഞ് ആരെ ആശ്രയിച്ചിരിക്കും? പാല് കൊടുക്കാൻ നേരത്ത് കുഞ്ഞ് ആരാശ്രയിക്കും? ആ അമ്മയെ എടുക്കാൻ നേരത്ത് കുഞ്ഞ് ആരാശ്രയിക്കും? ഓ, ഡ്രസ്സ് ഇടാൻ നേരത്ത് കുഞ്ഞ് ആരാശ്രയിക്കും? അയ്യോ, കുളിപ്പിക്കാൻ നേരത്ത് കുഞ്ഞ് ആരാശ്രയിക്കും? ദേഹം കഴുകി കൊടുക്കാൻ കുഞ്ഞ് ആരാശ്രയിക്കും? ആ അമ്മ കുഞ്ഞിന് ആരാ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്? ആമേൻ. അതുപോലെ ഞാനാകുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിന് ചെയ്യാൻ എന്നെ അനുവദിക്കുമ്പോൾ, ഓ, കരങ്ങളെ അടിച്ചെന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിന്, ഓ, പരിശുദ്ധാത്മാവിന് അനുവദിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനിച്ചത് മുതൽ വിവാഹം വരെ പരിശുദ്ധ സ്വത്രം അമ്മയ്ക്കും പപ്പയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ. ഇതിനകത്ത് എത്ര പേര് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? വിവാഹം വരെ ശുശ്രൂഷ, വിവാഹം വരെ നോക്കുന്ന ആരാണ്? വിവാഹം വരെ ഇരിയടെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം. ഇരിയടെന്ന് പറഞ്ഞാൽ ഇരിക്കണം. സ്വത്രം അപ്പനും അമ്മയാണ്. അപ്പനും അമ്മയാണ്. നമ്മളെ കാലമൊക്കെ പൊങ്ങും. പൊങ്ങട്ടെ. സ്വത്രം. നമ്മൾ അവരെ ഒന്നും പേടിക്കേണ്ടതല്ല. പേടിക്കണോ? ദൈവം നമുക്ക് തരുന്ന മക്കളെ പേടിക്കണോ? മക്കളെ പേടിക്കുന്ന അപ്പനമ്മൻ്റെ കാര്യം പോക്ക. സ്വത്രം. മക്കളെ അല്ല പേടിക്കേണ്ടത്. മക്കൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് സ്വത്രം. ദൈവത്തെ ഭയപ്പെടണം. അത് കഴിഞ്ഞ് ആരെ ഭയപ്പെടണം? പപ്പയും അമ്മയും പറയുന്നത് കേട്ട് എന്ത് ഭയമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൊന്നുകളയെന്നുള്ള ഭയമല്ല, ദൈവത്തെ ഭയപ്പെടണം. രണ്ടാമത് മാതാപിതാക്കളെ ഭയപ്പെടണം. അവർ പറയുന്ന അനുസരിക്കണം. സ്തോത്രം. എത്ര വൃദ്ധനായാലും കുഞ്ഞിനെ അവരതിലേക്ക് കൊണ്ടുപോയാൽ അവർ വിട്ടുമാറക്കത്തില്ല. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ വിവാഹം വരെയും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അപ്പനും അമ്മയും എന്ത് ചെയ്യും? അവരെ സൂക്ഷിക്കും, ശ്രദ്ധിക്കും, പുറകെ നടക്കും, കൊണ്ടു നടക്കും, ബാക്കിൽ നിന്ന് പോകും, കണ്ടില്ലെങ്കിൽ പുറകെ പോകും. 10 മിനിറ്റ് താമസിച്ചു ടക്കനെ പോവും. വായിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്തിനാണ്? റോഡിലും അവിടെ ഇവിടെയൊക്കെ ഇല്ല, പോവും, ടക്കനെ പോവും. ഒറിജിനൽ അപ്പനും അമ്മയാണെങ്കിൽ പോകും. എന്തിനാണ്? നോക്കും. എന്താണ്? നോക്കും, 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 ശിക്ഷിക്കും, കൊണ്ടുവരും, വളർത്തും, ഇരുത്തും. ഇതെല്ലാം ചെയ്യും, ഇതെല്ലാം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 20 വയസ്സിലും ചെയ്യും. ഈ 18-19 വയസ്സാകുമ്പോൾ ഡിഗ്രിയിലാണ്. സ്തോത്രം. BA-ക്കോ അല്ലെങ്കിൽ ഏതാണോ കോഴ്സ്, BSc-ക്കോ ഏതെങ്കിലും ആയിരിക്കും. ഏതിലായിരുന്നാലും അപ്പനും അമ്മയും പിറകെ കാണും. ആര് കാണും? അപ്പനും അമ്മയും പിറകെ കാണും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, സിസ്റ്റർ നിങ്ങളും അങ്ങനെ ആയിരുന്നോ? കാഞ്ഞിരംകുളം കോളേജിൻ്റെ അവിടെ എത്ര ദിവസം BSc-ക്ക് പഠിക്കുമ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞേ. കോട്ടുകൾ കൊണ്ട് +1 +2 പഠിക്കും എത്ര ദിവസം? എല്ലാ അധ്യാപകർക്കും എന്നെ അറിയാം. കമ്മവും കൂടെ പഠിക്കുമ്പോൾ എത്ര ദിവസം? അപ്പോൾ അവർ പോകുമ്പോൾ നമ്മളങ്ങ് വിട്ടിട്ട് പോയാൽ അവരും വിട്ടിട്ട് തന്നെ പോകും. അവർ പോകണതിൻ്റെ പുറകെ നമ്മളും കൂടെ നമ്മുടെ ഒരു ശ്രദ്ധ വേണം. ദൈവം അതിനു വേണ്ടിയാണ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല അവരെ കണ്ട് പേടിച്ച് കടുവിനകത്ത് കയറി ഒളിച്ചു അങ്ങനെയൊന്നും അല്ല. പേടിക്കൊന്നും ചെയ്യരുത്. അവരാരാ ഉമ്മാക്കിയേറ്റേ? ഒന്നുമില്ല. അവരവിടെ ഇരുന്ന് വളരും. ദൈവത്തിൻ്റെ ഭാഗത്ത് ഇരുന്ന് വളരും. ഇരുന്ന് വളരണം. അങ്ങനെ തന്നെ വളരണം. അവരാ അപ്പനമ്മയും ഭരിക്കേണ്ട. അപ്പനമ്മയും മക്കളെ വളർത്തേണ്ട രീതിയിൽ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും തന്നെ എന്ത് ചെയ്യണം? പോറ്റി വളർത്തണം. അഥവാ ഇടയ്ക്ക് ഒരല്പം പിശറ് കാണിച്ചാലും ആ മോനെയൊക്കെ ദൈവം അങ്ങ് വെട്ടി ഇരുത്തേണ്ട അടുത്ത് അങ്ങ് ഇരുത്തും.
ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്യും. അതിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിനെ അനുവദിക്കുക. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ അനുവദിക്കുക. യോഹന്നാൻ 16:13 പറയുന്നു, ആത്മാവിനെ ഞാൻ അനുവദിച്ചാൽ ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിന് എന്നെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കാം. എന്നെ അനുവദിച്ചു കൊടുത്താൽ എന്നെ കയ്യിലെടുക്കുന്നത് ആത്മാവായിരിക്കും. എൻ്റെ കൂടെ നടക്കുന്നത് ആത്മാവായിരിക്കും. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കും. ഇന്ന് ആൾക്കാർ എത്ര പേർക്ക് ആത്മാവിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റും? എൻ്റെ ജീവിതം മുഴുവൻ ആത്മാവിന് വിട്ടു തരുന്നു. എൻ്റെ കുടുംബത്തെ ആത്മാവിന് വിട്ടു തരുന്നു. പരിശുദ്ധ ആത്മാവേ എന്നെ ഇതാ ഏൽപ്പിച്ചു തരുന്നെന്ന് പറയാൻ. വായിച്ചേ യോഹന്നാൻ 16:13 വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കണ്ടോ, പരിശുദ്ധ ആത്മാവിന് എന്നെ വിട്ടുകൊടുത്താൽ എങ്ങനെ നടത്തും? സകല സത്യത്തിലും. എങ്ങനെ പരിശുദ്ധാത്മാവിന്. കുഞ്ഞുങ്ങളെ, മക്കളെ ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവിനെ നിങ്ങളെ വിട്ടുകൊടുത്താൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ വിട്ടുകൊടുത്താൽ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, പരിശുദ്ധാത്മാവിന് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും. പറഞ്ഞേ, സകല സത്യത്തിലും. സകല സത്യത്തിലും. പറഞ്ഞേ, സകല സത്യത്തിലും. എങ്ങനെ പോകണമെന്ന് ആത്മാവ് എന്നെ പഠിപ്പിക്കും. പറഞ്ഞേ, ആത്മാവെന്നെ കൊണ്ടുപോകും. യേശു സഞ്ചരിച്ച് എങ്ങനെയാ? സത്യത്തിലാണ്. ആ സത്യത്തിലേ എന്നെ സഞ്ചരിക്കാൻ സമ്മതിക്കുള്ളൂ. ആമേൻ. എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആത്മാവിനെ അനുവദിച്ചാൽ സകല സത്യത്തിലും. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി അനുവദിച്ചാൽ ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വളർത്തും. പോകുന്ന വഴിക്ക്, സ്കൂളിനകത്ത്, കോളേജിനകത്ത്, വീട്ടിനകത്ത്, പുറത്ത്, അകത്ത് പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ ആ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സകല സത്യത്തിൽ എങ്ങനെ സകല. പറഞ്ഞേ മക്കളെ, കുഞ്ഞുങ്ങളെ, പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിച്ചാൽ, പരിശുദ്ധാത്മാവേ ഞാനിതാ എന്നെ തരുന്നു. എന്തിനു വേണ്ടി? സകല സത്യത്തിലും എന്നെ വഴി നടത്താൻ ഞാനിതാ പരിശുദ്ധാത്മാവേ എന്നെ ഏൽപ്പിക്കുന്നു. ആരൊക്കെ അനുവദിക്കും? എൻ്റെ മുഴു നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുന്നു. ആരൊക്കെ പറയും? കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ച് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, കരങ്ങളെ അടിച്ചൊന്ന് മഹത്വപ്പെടുത്തിയേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ ഇത് അനുവദിക്കുന്നേ. എന്തിനു വേണ്ടി? ആത്മാവെന്നെ നിയന്ത്രിക്കുവാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. പറഞ്ഞേ, ആത്മാവിനെ നിയന്ത്രിക്കുവാൻ. ആരെ നിയന്ത്രിക്കണം മക്കളെ? ആത്മാവ് നിയന്ത്രിക്കണം. ആത്മാവ് എങ്ങനെ? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ കുഞ്ഞുങ്ങൾ, പറഞ്ഞേ, ആര് നിയന്ത്രിക്കണം മക്കളെ? കള്ളമില്ലാത്ത ഒന്നേ ഉള്ളൂ. എന്തോന്നാ? പരിശുദ്ധാത്മാവ് സത്യത്തിൽ നടത്തും. കള്ളത്തിൽ കൊണ്ടുപോകില്ല. അടി ഉണ്ടാക്കാൻ കൊണ്ടുപോകില്ല. ബഹളം ഉണ്ടാക്കാൻ കൊണ്ടുപോകില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ പപ്പയും അമ്മയും കീഴ്പ്പെടും. ആലേ, പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ടെങ്കിൽ അധ്യാപകരെ കീഴ്പ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ടെങ്കിൽ കള്ളത്തനം വരില്ല. പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ടെങ്കിൽ കോപം വരില്ല. പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ടെങ്കിൽ പക വരില്ല. മക്കളെ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നെങ്കിൽ ആ കള്ളത്തനം പാവത്തിന് ശക്തി വരില്ല. അപ്പം നമ്മൾ ആര് നിയന്ത്രിക്കണം? അനോജെ, ആര് നിയന്ത്രിക്കണം? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ നിയന്ത്രിക്കുക. പറഞ്ഞേ, ആരൊക്കെ പറയും? പരിശുദ്ധാത്മാവേ. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. എല്ലാവരും പരിശുദ്ധാത്മാവേ എന്നെ ഇതാ നിയന്ത്രിക്കുവാൻ. ഇതാ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ ഇതാ തരുന്നു. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ കൊടുത്താൽ ആ വ്യക്തി സുരക്ഷിതനാണ്. ആത്മാവിൻ്റെ കയ്യിൽ കൊടുത്താൽ സുരക്ഷിതനാണ്. പറ, വായികൾ തുറന്ന് പറ, പരിശുദ്ധാത്മാവേ എന്നെ ഇത് അങ്ങയുടെ കരുതി തരുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ തലമുറകൾ അങ്ങയുടെ കരുതി തരുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ ഭവനത്തെ അങ്ങയുടെ കരുതി തരുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ ഭവനത്തിലുള്ള അംഗങ്ങളെ അങ്ങയുടെ കരുതി തരുന്നു. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഭവനത്തിലെ അംഗങ്ങളെ അങ്ങയുടെ കരുതി തരുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് മുഴുവനും കൺട്രോൾ ചെയ്യട്ടെ. ആരൊക്കെ പറയും? 2 റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് എന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്തോത്രം, ജഡത്തെ തോൽപ്പിക്കുന്ന പിശാചിൻ്റെ മണ്ഡലങ്ങളെ, എങ്ങനെ ജഡത്തെ തോൽപ്പിക്കുന്ന പിശാചിൻ്റെ പദ്ധതികളെ ആത്മാവ് തിരിച്ചറിഞ്ഞ്, ആത്മാവ് ബലഹീനതകൾക്ക് തുടർന്ന് ആത്മാവ് പ്രാർത്ഥിക്കും. ആമേൻ, 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 ആമേൻ. ആത്മാവ് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? ആത്മാവ് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ എൻ്റെ ജഡത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ ശക്തികൾ ആമേൻ, 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 ആമേൻ. ഇന്ന് ആരൊക്കെ അനുവദിക്കും? ആമേൻ, 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 ആമേൻ. ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് ഇന്നെന്ന് അറിയുന്നില്ലല്ലോ ഇല്ലയോ? ആത്മാവ് വേണ്ടും പോലെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, പിശാച് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു വല വിരിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാനുള്ള ദർശനമില്ല, വെളിപ്പാടില്ല, ഒന്നുമില്ല. എന്തില്ല? കാണാനുള്ള ദർശനമില്ല,
വെളിപ്പാടിൽ ഒന്നുമില്ല, ഒന്നും വെളിപ്പെട്ടില്ല. പക്ഷെ പിശാചിൻ്റെ വല ഉണ്ട്. പക്ഷെ നമ്മൾ ആത്മാവിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണാൻ പറ്റാത്ത ബലഹീനതകളിൽ ആത്മാവ് എന്ത് ചെയ്യും? പറഞ്ഞ ആത്മാവ് എന്ത് ചെയ്യും? കാണും. കണ്ടിട്ട് എന്ത് ചെയ്യും? അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് പിടികിട്ടൂല, മുൻപിൽ ശത്രു വച്ചിരിക്കുന്ന വല കത്തി എരിയും. ആമേൻ, 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 ആമേൻ. ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കും. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ലല്ലോ. ആത്മാവ് ദൈവഹിതപ്രകാരം പക്ഷപാതം. ഓ ആമേൻ, ആമേൻ, ആമേൻ. ദൈവാത്മാവിനെ അനുവദിച്ചാൽ ആത്മാവ് പക്ഷപാതം ചെയ്യും. ആത്മാവ് വിടില്ല. വായിച്ച വാക്യം വായിച്ചേ. ഹല്ലേലൂയ. 8:26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. അടുത്ത വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമുക്ക് അറിഞ്ഞൂടാ വേണ്ടും പോലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ലല്ലോ. അടുത്ത വരി. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഉച്ചരിച്ചുകൂടാത്ത പറ ഞരക്കങ്ങളാൽ. ഇനി ഒരു വാക്ക് നിങ്ങളിത് എന്നതുകൊണ്ട് മാത്രം നോക്കിയേ. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നു. ആമേൻ. ഇത് പുതിയ നിയമത്തിനകത്താണ്. പഴയ നിയമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വെളിപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. മോശയോട് ദൈവം പറഞ്ഞു, മോനെ സോദം ഗൊമോറ പട്ടണം ഞാൻ തകർക്കാൻ പോകുന്നു. ഓ സ്വത്രം. മോശയ്ക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ. അപ്പൻ്റെ മുമ്പിൽ ഒരു പക്ഷപാതം. അപ്പൻ്റെ മുമ്പിൽ കിടന്ന് പറയുകയാണ്, അപ്പ 40 പേരുണ്ടെങ്കിലോ, ആമേ 30 പേരുണ്ടെങ്കിലോ, 25 പേരുണ്ടെങ്കിലോ, 20 പേരുണ്ടെങ്കിലോ നീ അതിനെ ഒരു പക്ഷപാതം. നമുക്ക് പുതിയ നിയമസഭയ്ക്ക് അറിയത്തില്ല എന്താണ് ആമേ ഇനി നടക്കാൻ പോകുന്ന അറിയത്തില്ല. പക്ഷെ ആത്മാവിന് ആഴങ്ങളെ കാണാം. ഇന്ന് ഇതിനകത്ത് ആത്മാവിൽ എത്ര പേർ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു? ദൈവത്തിന്റെ ആത്മാവിനെ അനുവദിച്ചാൽ ആത്മാവ് ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്ന ആത്മാവ്. ദൈവത്തിന് മഹത്വം. ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക? ആരൊക്കെ അനുവദിക്കും? നമുക്കെതിരെ ശത്രു ഒരുക്കിയിരിക്കുന്ന കെണികളല്ല ആത്മാവ് കണ്ട് അവയെല്ലാം തകർക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കെതിരെയുള്ള കെണികൾ ആര് കാണും? ആത്മാവ് കാണും. ആത്മാവ് നമ്മൾ കണ്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇറങ്ങി ചെന്ന് കാണും. കണ്ടിട്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? അവന്റെ പദ്ധതികളെ അവൻ തകർത്ത് തരിപ്പണമാക്കും. നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ആലയത്തിനകത്ത് എന്നെയും നിന്നെയും ആത്മാവിനെ അനുവദിച്ചാൽ, ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും യോഹന്നാൻ 16:13 പറയുന്നു, സകല സത്യത്തിലും വഴി നടത്തും. 2 ആത്മാവിനെ ഞാൻ അനുവദിച്ചു കൊടുത്താൽ സ്വത്രം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ബലഹീനതകൾക്ക് കൂട്ടുനിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയുന്നില്ലല്ലോ. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യും. ശത്രുവിൻ്റെ പദ്ധതികളെല്ലാം ഉടയും. നമ്മളറിയാതെ എന്തൊക്കെ ഉണ്ടോ ആത്മാവ് ഇറങ്ങി ചെന്ന് പൊളിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വരി കൂടെ ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 12-13. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആത്മാവിനെ അനുവദിച്ചാൽ 1 സകല സത്യത്തിലും വഴി നടത്തും. 2 സ്തോത്രം ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയത്തില്ല, ആത്മാവ് പക്ഷപാതം ചെയ്യും. 3 ആത്മാവ് ജഡത്തെ തോൽപ്പിക്കുന്ന വിഷയങ്ങളെ ജയിച്ച് പുറത്തു വരും. ആമേൻ. ആത്മാവ് ജയത്തോടെ വെളി വരും. 2 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ ഒരത്ഭുത വിഷയമായി അപ്പനും അമ്മയും ഉപേക്ഷിച്ച സ്ഥാനത്ത്, സകലരും നെഗറ്റീവ് പറഞ്ഞ സ്ഥാനത്ത്, സ്തോത്രം, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ആമേ. തൊട്ടപ്പുറത്ത് അവിടെ എന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വീഴുമെന്നല്ല, തൊട്ടപ്പുറത്ത് പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ അടുത്ത വരി
ആരെല്ലാം ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തു കൊള്ളും. എങ്ങനെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. വായിക്കാം 1 ശമൂവേൽ 16:12-13 വാക്യം. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. മതി. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഒരു പടക്കളത്തിനകത്ത് ഈ ആത്മാവ് ദാവീദിനെ തൂക്കിയെടുത്തോണ്ട് പോയി. ആമേൻ. ആത്മാവ് ഒരു റോയൽ അനോയിന്റിങ് കൊണ്ടുവന്നു. പിശാചിനെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം. പിശാചിനെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം. പൊക്കവും വണ്ണവും. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വിഷയം ഭയങ്കര വലുതായിരിക്കും. ചിലർ പറയും, എൻ്റെ മോൻ 25 വയസ്സായി, എൻ്റെ കയ്യിൽ എത്ര വയസ്സ് 25 വയസ്സായി, എന്നെക്കാളും എത്രയുണ്ട്, നല്ല പൊക്കമുണ്ട്, എന്നെ പിടിഞ്ഞ ഒറ്റ കൈക്ക് ഇല്ല. ഞാൻ എപ്പോഴും പറയാം, ഒറ്റ ഊത്തിന് ഇല്ല, പറന്ന് ദൈവത്തിന് ഒറ്റ കൈക്ക് ഇല്ല. പക്ഷേ ഈ മല്ലനെ തകർക്കാൻ ഒരു ശക്തിയുണ്ട്. ആർക്കൊക്കെ വേണം? അത് പരിശുദ്ധ ആത്മാവിനെ അനുവദിച്ചാൽ. ജീസസ് ദാവീദ് അഭിഷേകം പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു. ഇതാ ഒരു പടക്കുതിരെ പോലെ അഭിഷേകമില്ലാത്തവർ തോറ്റ സ്ഥലത്ത് അഭിഷേകം അവനെ തൂക്കിയെടുത്തു, കൊണ്ടെത്തിച്ചു. പ്രായമല്ല, വലിപ്പമല്ല, പൊക്കമല്ല, വണ്ണമല്ല, ആയുധ അഭ്യാസമല്ല, ആത്മാവിന്റെ ശക്തി. ഒഴുത്. പിശാചിന്റെ മണ്ഡലങ്ങളെ തോൽപ്പിച്ച അഭിഷേകം. ആത്മാവിനെ നീ അനുവദിച്ചാൽ നിന്നെക്കാളും പൊങ്ങി നിൽക്കുന്ന എന്ന് നിനക്ക് തോന്നുന്ന, നിന്നെ പേടിപ്പിക്കുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന ആ മല്ലന്റെ തലയെ വെട്ടാൻ നീ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ സകല സത്യത്തിൽ വഴി നടത്തും. ആത്മാവിനെ അനുവദിച്ചാൽ ആത്മാവ് ബലഹീനതകൾക്ക് തുണ നിൽക്കും. നീ ആത്മാവിനെ അനുവദിച്ചാൽ നിന്റെ മുൻപിൽ നിൽക്കുന്ന, നിന്നെ പരാജയപ്പെടുത്താൻ വന്ന ആ ശക്തികളെ നീ കണ്ട് പേടിക്കത്തില്ല, തോൽക്കത്തില്ല. യഹോവ ചെയ്യും യുദ്ധം, യഹോവ ചെയ്യും. പിശാച് തോൽക്കും. ദൈവമക്കൾ ജയിക്കും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കേട്ട വചനം ഹൃദയത്തിൽ ധ്യാനിക്കുക. ആരംഭത്തിൽ പറഞ്ഞു, ഒരുപാട് മക്കൾ വളർന്നു, ഒരു കൂട്ടം മക്കൾ പാപം ചെയ്തു, ഒരു കൂട്ടം മക്കൾ പാപം ചെയ്തില്ല. ഇന്ന് ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെല്ലാം പാപം ചെയ്യാത്ത തലമുറകളായി വളരട്ടെ. അധ്യാപകരനുസരിക്കുന്ന, മാതാപിതാക്കൾ അനുസരിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, കൂട്ടായ്മ ബന്ധം മുറിച്ചു കളയാത്ത തലമുറകളായി നമ്മുടെ സഭയിലെ എല്ലാ മക്കളും മാറട്ടെ. 2 ദൈവത്തിന് സ്തോത്രം. 2 സ്തോത്രം. വെളിച്ചമാകുന്ന യേശു കാല് ചവിട്ടിയപ്പോൾ എല്ലാ പട്ടണങ്ങളിലും പ്രകാശം വന്നു. കർത്താവ് ഇന്ന് ഇതിനകത്ത് ഓരോ മക്കളുടെ മേൽ, കുടുംബത്തിനകത്ത് കർത്താവിൻ്റെ കരം ചലിക്കുമ്പോൾ ഇരുട്ടുകൾ നീങ്ങിപ്പോകും. 3 പരിശുദ്ധാത്മാവിനെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാവ് എന്നെ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ആത്മാവിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാവ് ബലഹീനതകൾക്ക് തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ആത്മാവ് പ്രാർത്ഥിക്കും. ബലഹീനതകൾക്ക് തുണ നിൽക്കും. ആത്മാവിനെ അനുവദിച്ചാൽ 3 നമുക്ക് മുൻപിൽ നിൽക്കുന്ന വലിയ പ്രശ്നം, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത്, പണത്തിന്, ലോകത്തിന്, കഴിവിന്, പഠിപ്പിന് ചെയ്യാൻ പറ്റാത്തത് ആത്മാവ് പൊട്ടിക്കും, ആത്മാവ് വെട്ടും, ആത്മാവ് ഉടയ്ക്കും, ആത്മാവ് പൊളിച്ച് വെടിക്കൊണ്ടുവരും. ഇന്നതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വചനത്തിൽ കേട്ടത്. ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കും?
കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ആരൊക്കെ പറയും? അപ്പാ കേൾപ്പിച്ച വചനം ആഴമാണ്. ഓ, ഞാനിതാ പരിശുദ്ധാത്മാവിനെ എന്നെ ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞേ,